ഈ ഒരു വീഡിയോയിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ആദ്യം തന്നെ പറയാനുള്ളത് പെഡ്രിയും ഗാവയെ പറ്റിയിട്ടാണ്. ഈ രണ്ട് താരങ്ങളും ബാസയായിട്ട് കോൺട്രാക്ട് റിന്യൂവൽ നടത്തിയിട്ടുണ്ട്. 2030 വരെയുള്ള ഒരു കോൺട്രാക്ട് റിന്യൂവലാണ്. ഈ രണ്ട് താരങ്ങൾക്കും അത്യാവശ്യം ഇൻക്രിമെൻറ്റ് സാലറിയിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല സിമിലർ റിലീസ് ക്ലോസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, 1 ബില്യൺ യൂറോസിൻ്റെ. പിന്നെ ഈ ഒരു കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആൻറ്റി സൗദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലോസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു ക്ലോസിനെ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു 2030 വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ സൗദിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ഓഫർ വന്നാൽ കൂടി തന്നെ പ്ലെയേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ളൊരു ക്ലോസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2030 വരെ നമുക്ക് ഈ രണ്ട് താരങ്ങളെ ലഭിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇനി പറയാനുള്ളത് അറോഹയെ പറ്റിയിട്ടാണ്. അപ്പോൾ അറോഹ ആയിട്ട് ബാസ് കോൺട്രാക്ട് റിന്യൂവൽ നടത്തി. വളരെ പെട്ടെന്നായിരുന്നു കോൺട്രാക്ട് റിന്യൂവൽ നടത്തിയത്. കാരണം തുടക്കത്തിൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് നെഗോസിയേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും പ്ലെയറെ അക്സെപ്റ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഈ ഒരു യുവൻറ്റസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് വന്നപ്പോൾ ബാസ സ്പീഡപ്പ് ചെയ്ത് ആ ഒരു ഡീല് ഫൈനലൈസ് ചെയ്തു. 2031 വരെയുള്ളൊരു കോൺട്രാക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലെയറിൻ്റെ റിലീസ് ക്ലോസിനെ കുറിച്ച് ഒരു പ്രോപ്പർ ആൻസർ എവിടെയും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും റീസെൻ്റ് ആയിട്ടുള്ളൊരു റൂമർ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് 1 ബില്യൺ യൂറോസ് ആണ്. പക്ഷേ ഈ വരുന്ന സമ്മറിൽ പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് എന്ന് പറയുന്നത് 70 മില്യൺ യൂറോസ് ആയിട്ട് ചുരുങ്ങും. പക്ഷേ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 ദിവസത്തേക്ക് മാത്രം. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബ് ഈ ഒരു താരത്തിൻ്റെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യുകയാണെങ്കിൽ പ്ലെയറിനെ ക്ലബ്ബ് വിട്ട് പോകാം. അപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ ആ ഒരു റിലീസ് ക്ലോസ് എന്ന് പറയുന്നത് 1 ബില്യൺ യൂറോസ് ആയിട്ട് മാറും. ഇതേ സിമിലർ പാറ്റേൺ ചിലപ്പോൾ വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിലും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളൊരു റൂമർ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്നെല്ലാം കണ്ട് തന്നെ അറിയാം. അപ്പോൾ നിലവിൽ അറോഹോ ഹാപ്പിയാണ്. ഇനി അതിൽ ചേഞ്ചസ് വരുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ട് തന്നെ അറിയാം. പിന്നെ ഇനിഗോ മാർട്ടിനസ് ആണെങ്കിൽ ഇപ്പോൾ ഇഞ്ചുറിയിൽ നിന്നും റിക്കവർ ആയിട്ട് വരുന്നുണ്ട്. മിക്കവാറും വലൻസിയക്കെതിരെയുള്ള മത്സരത്തിൽ പ്ലെയർ അവൈലബിൾ ആവും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു താരം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ കുബാർസി ഇനിഗോ കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ പേരിൽ പ്ലെയറുടെ ഡിസിഷനിൽ ചേഞ്ചസ് വരുമോ ഇല്ലയോ എന്നെല്ലാം കണ്ട് തന്നെ അറിയാം. പിന്നെ ബാസ ആണെങ്കിൽ ഈ ഒരു ഇനിഗോൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്താൻ താല്പര്യം കാണിക്കുന്നുണ്ട്. 2026 വരെയുള്ളൊരു കോൺട്രാക്റ്റ് ആയിരിക്കും ബാസ കൊടുക്കുക. അപ്പോൾ പ്ലെയർ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറോഹോന് ചാൻസ് കുറയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ താഹ് എന്ന് പറയുന്ന താരം നെക്സ്റ്റ് സമ്മറിൽ ഫ്രീ ഏജൻ്റായിട്ട് വരികയാണെങ്കിൽ അറോഹോയുടെ ആ ഒരു സ്പോട്ട് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ്റെ പോക്ക് എന്നതെല്ലാം നമുക്ക് നോക്കാം. എന്തായാലും നിലവിൽ അറോഹ ഹാപ്പിയാണ്. എന്തായിരിക്കും ഫ്യൂച്ചർ എന്നതെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം. അത്ര തന്നെ. ഇനി പറയാനുള്ളത് ഉനായ് ഹെർണാണ്ടസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു താരം ഇപ്പോൾ അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ക്ലബ്ബിലേക്ക് പോയിട്ടുണ്ട്. പെർമനൻറ്റ് ഡീലാണ്. 4.5 മില്യൺ യൂറോസിനാണ് ബാസയുടെ ഡീല് ഫൈനലൈസ് ചെയ്തിട്ടുള്ളത്. ആഡ് ഓൺസ് ആയിട്ട് 500K യൂറോസ് ബാസയ്ക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഫ്യൂച്ചർ സെയിൽ റൈറ്റ്സിൻ്റെ ചെറിയൊരു ശതമാനം ബാസ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താരത്തിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് മാർഗ്വയുടെ എക്സിറ്റ് പോലെയല്ല. മാർഗ്വയുടെ കേസ് നോക്കുകയാണെങ്കിൽ പ്ലെയറിന് ഫസ്റ്റ് ടീം ആക്ഷൻ ബാസ കൊടുക്കാൻ റെഡി ആയിരുന്നു. പക്ഷേ പ്ലെയറെ ബി ടീം പ്ലെയറായിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുക. പിന്നെ സാലറിയിൽ ചെറിയൊരു ഇൻക്രിമെൻ്റാണ് ബാസ മുന്നോട്ട് വെച്ചത്. അപ്പോൾ പ്ലെയറിന് സാലറി കുറവായതുകൊണ്ട് മാത്രമാണ് ചെൽസി പ്രൊജക്റ്റ് ചൂസ് ചെയ്യേണ്ട ഒരു സിനാറിയോയിലേക്ക് പ്ലെയർ പോയത്. പക്ഷേ ഉനായ് ഹെർണാണ്ടസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സാലറി അല്ല ഇവിടുത്തെ ഇഷ്യൂ, പകരം പ്ലെയറിന് ഫസ്റ്റ് ടീം ആക്ഷൻ ലഭിക്കാത്തതാണ് ഇവിടുത്തെ ഇഷ്യൂ. അതായത് പ്ലെയർ ഇപ്പോൾ പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്താൽ കൂടി തന്നെയും പ്ലെയറിന് ഫസ്റ്റ് ടീം ആക്ഷൻ ലഭിക്കുക എന്നത് ഡൗട്ടായിട്ടുള്ളൊരു. ഇപ്പോൾ കഴിഞ്ഞ സീസണോ അല്ലെങ്കിൽ ഈ ഒരു സീസണോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഉനായ് ഹെർണാണ്ടസ് എന്ന് പറയുന്ന താരം ബാസ് അത്ലറ്റിക്കിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു പ്ലെയറാണ്. പക്ഷേ ആ ഒരു താരത്തിന് ഫസ്റ്റ് ടീം ആക്ഷൻ അങ്ങനെ പ്രോപ്പറായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടീമിൻ്റെ പേരിലാണ് പ്ലെയർ ഇപ്പോൾ ബാസ് വിട്ട് പോയിട്ടുള്ളത്. ശരിക്കും പ്ലെയർ യൂറോപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ പ്ലെയർ ഈ ഒരു അൽ ഇത്തിഹാദിന് പോവാണ് പ്രിഫർ ചെയ്തത്. അവിടെ പണം എന്ന് പറയുന്ന ഫാക്ടർ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ശരി, വിഷ് യു ഗുഡ് ലക്ക് ഉനായ് ഹെർണാണ്ടസ്. ഇനി പറയാനുള്ളത് റാഷ്ഫോർഡിനെ പറ്റിയിട്ടാണ്. റാഷ്ഫോർഡ് ടു ബാസ നടക്കത്തില്ല. കാരണം അൻസു ഫാറ്റി അതേപോലെ തന്നെ റിഗാർസിയ താരങ്ങൾ ക്ലബ്ബ് വിട്ട് പോകുന്നില്ല. സോ ആ ഒരു ഡീൽ നടക്കത്തില്ല. ക്രിസ്ത്യൻസിൻ്റെ എക്സിറ്റ് ആണെങ്കിൽ ബാസ ബോർഡ് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ പ്ലെയർ ഇഞ്ചേർഡ് ആയതുകൊണ്ട് അതും ഇനി നടക്കത്തില്ല. അപ്പോൾ ആ ഒരു ഡീൽ ഇനി നടക്കില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.